കൊച്ചി നഗരഹൃദയത്തിൽ നിന്നും ഏകദേശം 6 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ് തൃപ്പൂണിത്തുറ. അമ്പലങ്ങളുടെ നാട് എന്ന അപരനാമത്തിലും തൃപ്പൂണിത്തുറ അറിയപ്പെടുന്നു. കൊച്ചി രാജവംശത്തിന്റെ ആസ്ഥാനമായിരുന്നു ഈ നഗരം. ശ്രീ പൂർണ്ണത്രയീശ്വര ക്ഷേത്രം ഇവിടെ സ്ഥിതി ചെയ്യുന്നു. എറണാകുളം കോട്ടയം റോഡ് ഇതിലെയാണ് കടന്നു പോകുന്നത്. പ്രസിദ്ധമായ ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രം ഇവിടെ നിന്നും ഏകദേശം 6 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ പുരാവസ്തു മ്യൂസിയവും കൊച്ചി രാജാക്കന്മാരുടെ ഭരണസിരാ കേന്ദ്രവുമായിരുന്നു 1865 തൃപ്പൂണിത്തുറയിൽ പണി കഴിപ്പിച്ച ഹിൽ പാലസ്. 54 ഏക്കറിൽ തദ്ദേശീയ ശൈലിയിലുള്ള 49 കെട്ടിടങ്ങളടങ്ങുന്ന ഈ കൊട്ടാരത്തിൽ ഹിൽ പാലസ് പുരാവസ്തു മ്യൂസിയം, ഹെറിറ്റേജ് മ്യൂസിയം, മാനുകളുടെ പാർക്ക്, ചരിത്രാതീത പാർക്ക്, കുട്ടികളുടെ പാർക്ക് എന്നിവ ഉൾക്കൊള്ളുന്നു. കൊട്ടാരത്തിനു ചുറ്റും നിരവധി ഔഷധ സസ്യങ്ങളുണ്ട്. കൊച്ചിയിലെ ശാന്തമായ കുന്നുകളുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഹിൽ പാലസ് മ്യൂസിയം നാടിൻ്റെ സമൃദ്ധി, ചരിത്രം, സമ്പന്നമായ സാംസ്കാരിക പൈതൃകം എന്നിവയുടെ അഭിമാനകരമായ സാക്ഷ്യമാണ്. കൊച്ചിയിൽ നിന്നും ഏകദേശം 10 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഇതിൻ്റെ ഗാംഭീര്യമുള്ള സാന്നിധ്യം വിസ്മയമുണർത്തുകയും കാലത്തിലൂടെയുള്ള ഒരു യാത്രയ്ക്ക് സന്ദർശകരെ ക്ഷണിക്കുകയും ചെയ്യുന്നു. കൊച്ചിയിലെ മഹാരാജാക്കന്മാരുടെ പഴയ കാലഘട്ടത്തിലേക്ക് ഒരു നേർക്കാഴ്ച നൽകുന്ന രാജകീയതയും പൈതൃകവും നിറഞ്ഞ ഒരു ഇതിഹാസമാണ് ഈ വാസ്തുവിദ്യ. പരിഷിത്ത് തമ്പുരാൻ കൊച്ചിയിലെ അവസാനത്തെ രാജാവായിരുന്നു. 1949 കൊച്ചിയും തിരുവിതാംകൂറും ലയിക്കുന്നതിന് മുൻപ് ഒരു വർഷം മാത്രമാണ് അദ്ദേഹം നാട്ടുരാജ്യം ഭരിച്ചത്. ഹിൽ പാലസിൽ താമസിച്ചിരുന്ന അവസാനത്തെ രാജാവും അദ്ദേഹമായിരുന്നു. കൊച്ചി മഹാരാജാവ് ശ്രീ ശക്തൻ തമ്പുരാൻ തൻ്റെ സ്വന്തം സമ്പാദ്യം ഉപയോഗിച്ച് 1865 പണി കഴിപ്പിച്ചതാണ് ഹിൽ പാലസ്. 1980 കൊച്ചി രാജകുടുംബം ഈ കൊട്ടാരം കേരള സർക്കാരിന് കൈമാറി. പിന്നീട് പുരാവസ്തു വകുപ്പിന്റെ കീഴിലായ ഹിൽ പാലസ് 1986 മ്യൂസിയമാക്കി പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തു. പ്രശസ്തമായ മലയാള ചലച്ചിത്രം മണിച്ചിത്രത്താഴ് ഉൾപ്പെടെ നിരവധി ചലച്ചിത്രങ്ങൾ ഈ കൊട്ടാരത്തിൽ വെച്ച് ചിത്രീകരിച്ചിട്ടുണ്ട്. നിലവിൽ ഇവിടെ 11 ഗ്യാലറികളുണ്ട്. കൊച്ചി മഹാരാജാവും രാജകുടുംബാംഗങ്ങളും ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ, പുരാതനമായ ശിലാഫലകങ്ങൾ, ശില്പങ്ങൾ, നാണയങ്ങൾ തുടങ്ങി നിരവധി വസ്തുക്കൾ ഈ മ്യൂസിയത്തിലുണ്ട്. ചരിത്രത്തിലെ നാഴികക്കല്ലുകളായ കുടക്കല്ല്, തൊപ്പിക്കല്ല്, വെട്ടുകല്ലിൽ തീർത്ത സ്തംഭങ്ങൾ, പഴയ സംസ്കൃതിയുടെ അവശിഷ്ടങ്ങളായ മരത്തിൽ തീർത്ത വസ്തുക്കൾ തുടങ്ങി ഹാരപ്പൻ സംസ്കൃതിയുടെ അവശിഷ്ടങ്ങളുടെ മാതൃകകൾ വരെ ഇവിടെ കാണാം. ആധുനിക കലാസൃഷ്ടികളുടെ ഒരു ഗ്യാലറിയും ഇതിനൊപ്പം ഒരുക്കിയിട്ടുണ്ട്. ഈ മ്യൂസിയം മലയാളികളുടെ ഒരു അഭിമാനം കൂടിയാണ്. ഓരോ കെട്ടിടത്തിൻ്റെയും വാസ്തുവിദ്യയിൽ ഡച്ച് വാസ്തുവിദ്യാ ശൈലിയുടെ സവിശേഷമായ ഒരു സ്പർശമുണ്ട്. ഇവിടുത്തെ ഏറ്റവും പഴയ കെട്ടിടം 8-കെട്ട് ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ പൈതൃക മ്യൂസിയവും ഇവിടെയുണ്ട്. ശില്പങ്ങൾ, കൈയെഴുത്ത് പ്രതിമകൾ, കൊച്ചി രാജകുടുംബത്തിന്റെ വസ്തുക്കൾ, എണ്ണച്ചായ ചിത്രങ്ങൾ, ചുവർ ചിത്രങ്ങൾ, ഇവിടെ കാണപ്പെടുന്ന അപൂർവ പുരാതന വസ്തുക്കളുടെ പട്ടിക അനന്തമാണ്. കുടക്കല്ല്, തൊപ്പിക്കല്ല്, ലാറ്റ്ലൈസ് സ്മാരകങ്ങൾ, സിന്ധു നദീതട, ഹാരപ്പ തുടങ്ങിയ പുരാതന നാഗരികതകളിൽ നിന്നുള്ള തടി സ്മാരകങ്ങൾ, വിദൂര കിഴക്കൻ പ്രദേശങ്ങളിൽ നിന്നുള്ള പുരാതന സെറാമിക്സ് എന്നിവയും ഇവിടെ കാണാം. മരതകം, വജ്രം, മാണിക്യം എന്നിവ കൊണ്ട് അലങ്കരിച്ച 1.75 കിലോഗ്രാം ഭാരമുള്ള കൊച്ചി രാജവംശത്തിലെ രാജാക്കന്മാരുടെ കിരീടം ഇപ്പോഴും മ്യൂസിയത്തിൽ കാണാം. കൊട്ടാരത്തിന്റെ പോർട്രേറ്റ് ഗ്യാലറിയിൽ അതിമനോഹരമായ തഞ്ചാവൂർ പെയിന്റിങ്ങുകൾക്കൊപ്പം രാജാക്കന്മാരുടെ ഛായാചിത്രങ്ങളും കാണാം. കലാകാരന്മാരുടെ ചാരുത, അതിമനോഹരമായ വൈദഗ്ധ്യം, നിറങ്ങളുടെ ശ്രദ്ധാപൂർവമായ ഉപയോഗം എന്നിവ കണ്ണിനൊരു വിരുന്നാണ്. മറുവശത്ത് സമകാലിക ആർട്ട് ഗാലറിയിൽ ഇതിഹാസ രാജാവായ രാജാ രവിവർമ്മയുടെ കലാസൃഷ്ടികളും ചിത്രങ്ങളും പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഇവിടുത്തെ പോർസലൈൻ, കൈയെഴുത്തു പ്രതിമകൾ, എപ്പിഗ്രഫി ഗാലറികൾ എന്നിവ പഴയകാല സന്ദർശകർക്ക് വിലപ്പെട്ട ഉൾക്കാഴ്ചകൾ നൽകുന്നു. പഴയകാല രാജകുടുംബങ്ങൾ ഉപയോഗിച്ചിരുന്ന 150-ലധികം വസ്തുക്കൾ പോർസലൈൻ ഗാലറിയിലുണ്ട്. ഇതിൽ ചൈനീസ് വിഭവങ്ങൾ, കപ്പുകൾ, കലങ്ങൾ, മറ്റു പുരാതന വസ്തുക്കൾ എന്നിവ ഉൾപ്പെടുന്നു. മറുവശത്ത് എപ്പിറ്റാഫ് ഗാലറിയിൽ ചെമ്പ് ഫലകങ്ങൾ, പനയോലകൾ, കല്ലുകൾ എന്നിവയിലെ ലിഖിതങ്ങളുടെ ഒരു ശേഖരമുണ്ട്. മുൻകാല നാണയങ്ങൾ നാണയശാസ്ത്ര ഗാലറിയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു.
മ്യൂസിയത്തിലെ ഏറ്റവും രസകരമായ വിഭാഗങ്ങളെന്ന് ആയുധ ഗാലറിയും ശില്പ ഗാലറിയുമാണ്. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ശേഖരിച്ച പഴയ ആയുധങ്ങൾ ഇവിടെ നന്നായി സംരക്ഷിക്കപ്പെട്ടു പോരുന്നു. ഇവിടെ കാണപ്പെടുന്ന ശിലാശില്പങ്ങൾ 10-ാം നൂറ്റാണ്ടിലേതാണ്. അതേസമയം മെറ്റൽ വെയർ ഗാലറിയിൽ കാണപ്പെടുന്ന അപൂർവ വെങ്കല വസ്തുക്കൾ 14-ാം നൂറ്റാണ്ടിലേതാണ്. ഹിൽ പാലസ് മ്യൂസിയത്തിൽ ഒരു മാൻ പാർക്ക്, കുട്ടികളുടെ പാർക്ക്, ചരിത്രാതീത പാർക്ക് എന്നിവയുണ്ട്. ഇവ മ്യൂസിയത്തിലേക്കുള്ള സന്ദർശനം ചെറുപ്പക്കാർക്കും മുതിർന്നവർക്കും ഒരുപോലെ രസകരമാക്കും. ചുറ്റുമുള്ള കൊട്ടാര വളപ്പിന്റെ ഒരു ഭാഗം മധ്യ അമേരിക്കയിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നും കൊണ്ടുവന്ന വിദേശ വൃക്ഷ ഇനങ്ങളെപ്പോലും ഉൾക്കൊള്ളാവുന്ന ഒരു സസ്യോദ്യാനമാക്കി മാറ്റിയിരിക്കുകയാണ്. ഹിൽ പാലസ് മ്യൂസിയത്തിലെ സന്ദർശന സമയം തിങ്കളാഴ്ച ഒഴികെയുള്ള എല്ലാ ദിവസങ്ങളിലും രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയും ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 4:30 വരെയുമാണ്. പ്രവേശന ഫീസ് മുതിർന്നവർക്ക് 50 രൂപയും കുട്ടികൾക്ക് 10 രൂപയും. കുട്ടികളുടെ പാർക്ക് വൈകുന്നേരം 6 മണി വരെ തുറന്നിരിക്കും എല്ലാ ദിവസങ്ങളിലും. ഇവിടേക്ക് എത്തിച്ചേരാൻ ബസ് വഴിയാണ് പോകുന്നതെങ്കിൽ തൃപ്പൂണിത്തുറ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി ഏകദേശം 2.3 കിലോമീറ്റർ യാത്ര ചെയ്താൽ മതിയാകും. ട്രെയിനിലാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഏകദേശം 1.8 കിലോമീറ്റർ അകലെയുള്ള ഹിൽ പാലസിൽ നമുക്ക് എത്തിച്ചേരാം. മറ്റൊരു റെയിൽവേ സ്റ്റേഷനായ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം 11 കിലോമീറ്റർ അകലെയായാണ് ഹിൽ പാലസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. കൊച്ചിയിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ആദ്യത്തെ പൈതൃക മ്യൂസിയമായ ഹിൽ പാലസ് മ്യൂസിയം സന്ദർശകരുടെ കണ്ണുകൾക്ക് കുളിർമയേകുന്ന ഒരുപാട് കാഴ്ചകളുമായി കാത്തിരിക്കുന്നു.